ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് ഫാദർ അജി കപ്പ്യാരുമലയിൽ CSC. ഞാൻ ഹോളി ക്രോസ് സന്യാസ സമൂഹത്തിലെ വൈദികനാണ്. എൻ്റെ വീട് മൂവാറ്റുപുഴ അടുത്ത് കല്ലൂർക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഞാൻ കോതമംഗലം രൂപത അംഗമാണ്. ഇപ്പോൾ ഹോളി ക്രോസ് സന്യാസ സമൂഹത്തിലെ വൈദികനാണ്. ഇപ്പോൾ ഞാൻ ശുശ്രൂഷ ചെയ്യുന്നത് കോട്ടയത്ത് ഞങ്ങളുടെ സ്കൂൾ കമ്മ്യൂണിറ്റിയിലാണ്. അതുപോലെ തന്നെ 1-2 പള്ളികളിൽ ശുശ്രൂഷകളൊക്കെ ചെയ്തിട്ടുണ്ട് ഇതിനു മുമ്പ്. പിന്നെ ബാംഗ്ലൂർ ഞങ്ങളുടെ സീനിയറായ വൈദികരുടെ അവരുടെ ശുശ്രൂഷയും ഞാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ചാപ്ലിനായിട്ട് ശുശ്രൂഷ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ സ്കൂളിൻ്റെ കമ്മ്യൂണിറ്റിയുടെ സുപ്പീരിയറായിട്ട് ശുശ്രൂഷ ചെയ്യുന്നു. എൻ്റെ ജീവിതം തുടങ്ങുന്നത് 1974 ജൂൺ 20-നാണ്. അന്ന് ജനിച്ചു. എൻ്റെ ഓർമ്മ വയ്ക്കുന്ന സമയം മുതൽ എൻ്റെ മമ്മി എന്നെ എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയ്ക്കായിട്ട് പള്ളിയിൽ കൊണ്ടുപോകും. ഞങ്ങൾ മാത്രമല്ല, കുടുംബത്തിലെല്ലാവരും, അപ്പനും അമ്മയും മക്കളും എല്ലാവരും. അത് വീട്ടിലൊരു നിയമമായിരുന്നു. എല്ലാവരും പള്ളിയിൽ പോയി കുർബാനയിൽ പങ്കെടുക്കണം. അതിനുശേഷമേ ഞങ്ങൾ സ്കൂളിൽ പോകാൻ പോലും അനുവാദം ഉണ്ടായിരുന്നു. അതുപോലെ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് പബ്ലിക് പരീക്ഷ നടക്കുമ്പോൾ പോലും വീട്ടിലെ നിയമം ഇതാണ്: പള്ളിയിൽ പോകണം, വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കണം, അത് കഴിഞ്ഞിട്ടുള്ള പരീക്ഷ എഴുതിയാൽ മതി എന്നാണ് അപ്പൻ്റെ ഓർഡർ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ അങ്ങനെയൊക്കെ ജീവിച്ച് പഠിച്ചവരാണ്. പള്ളിയും വിശുദ്ധ കുർബാനയും അതുപോലെ ജപമാല പ്രാർത്ഥന, കുടുംബ പ്രാർത്ഥന, ഇതൊന്നും മുടക്കം കൂടാതെ കൊണ്ടു നടന്ന ഒരു കുടുംബമാണ്. അങ്ങനെയൊക്കെ ജീവിക്കുന്ന സമയത്താണ് ഞാൻ 3ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എനിക്ക് വലിയൊരു അസുഖം ഉണ്ടാകുന്നത്. അത് ക്യാൻസറായിരുന്നു, ലങ്സിന് ക്യാൻസർ. എൻ്റെ ഇടതുവശ ലങ്സ് ഇപ്പോൾ 80% എടുത്തു കളഞ്ഞിരിക്കുകയാണ്. ഒരു ചെറിയ പീസേ ഉള്ളൂ ഇടതുവശത്ത്. അപ്പോൾ ക്യാൻസർ അഡ്വാൻസ് സ്റ്റേജായി. ഡോക്ടർമാർ 3 മാസമാണ് ജീവിക്കാൻ തന്നത്. 5 കീമോതെറാപ്പി എടുത്താൽ 6 മാസം ജീവിക്കുമെന്ന് പറഞ്ഞ് അത് കൂടുതൽ ജീവിതമില്ല, അങ്ങനെയാണ് അവർ പറഞ്ഞത്. അപ്പോൾ അപ്പനും അമ്മയും അതിൻ്റെ പുറകെ കുറേ ഓടി ഒത്തിരി കാശുകൾ ചിലവാക്കി. അവസാനം കീമോ ഒക്കെ എടുത്തു തുടങ്ങി. എൻ്റെ മുടിയെല്ലാം കൊഴിയാൻ തുടങ്ങി. അപ്പനും അമ്മയ്ക്കും ഒത്തിരി വിഷമമായി, ശരീരമൊക്കെ ക്ഷീണിച്ചു. എങ്കിലും കീമോ എടുത്താൽ പോലും 6 മാസത്തിനുള്ളിൽ ജീവിക്കുകയില്ലെന്നാണ് ഡോക്ടർമാർ പറഞ്ഞേക്കുന്നത്. അപ്പോൾ ആ വിഷമമൊക്കെ ഉള്ളിൽ കൊണ്ടാണ് എൻ്റെ അപ്പന്മാർ നടന്നത്. പക്ഷേ ഇതിനെല്ലാം മുമ്പ് തന്നെ ക്ഷയരോഗമാണെന്നൊക്കെ പറഞ്ഞ് ഡോക്ടർമാർ റോങ് ഡയഗ്നോസിസ് ചെയ്ത് 110 ഇഞ്ചക്ഷനൊക്കെ കയറ്റി കൊണ്ടിരിക്കുന്ന ആ സമയത്ത് എൻ്റെ മമ്മി പറയാണ്, എനിക്ക് മനസ്സിലായി നീ മരിച്ചുകൊണ്ടിരിക്കുക, എന്തോ മാരകമായ രോഗം നിനക്കുണ്ട്. അപ്പോൾ മമ്മി പറയാം, ഭയപ്പെട്ട് ഞാൻ കയ്യിലെടുത്തത് ജപമാലയാണ്. അപ്പോൾ രാത്രി മുഴുവൻ 9 മണി മുതൽ രാവിലെ 5 മണി വരെ മുട്ടുമേൽ നിന്ന് കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കുന്ന അമ്മയായിരുന്നത്. അപ്പോൾ മാസങ്ങൾ പ്രാർത്ഥിച്ച്, എന്നിട്ട് രാത്രി മുഴുവൻ പ്രാർത്ഥിക്കും. പകല് മമ്മി പറയും പറമ്പിൽ പോയിരുന്ന് പ്രാർത്ഥിക്കും, തൊഴുത്തിൽ പോയിരുന്ന് പ്രാർത്ഥിക്കും. അപ്പം അങ്ങനെയൊക്കെ പ്രാർത്ഥിച്ച് അവസാനം എന്നെയുമായിട്ട് വീണ്ടും ആശുപത്രിയിൽ ചെന്ന് പിന്നീടാണ് മനസ്സിലായത് ക്യാൻസറാണ്. അപ്പോൾ ക്യാൻസറെല്ലാം ബാധിച്ച് കീമോതെറാപ്പിയൊക്കെ എടുത്ത് എൻ്റെ ശരീരത്തിന്, എൻ്റെ മുടിയെല്ലാം കൊഴിഞ്ഞ് ശരീരമൊക്കെ ക്ഷീണിച്ച് കഴിയുന്ന അവസരത്തിൽ എൻ്റെ പപ്പയും അമ്മയ്ക്കൊക്കെ പ്രതീക്ഷയൊക്കെ നഷ്ടപ്പെട്ട് അവർ അങ്ങനെ പള്ളിയിലൊക്കെ പോയി പ്രാർത്ഥിക്കുന്നതൊക്കെ ചെയ്ത് അങ്ങനെ ഇരിക്കുമ്പോൾ ആരോ എന്ന് പറഞ്ഞ് കുഞ്ഞിനെ വല്ലാർപാടത്ത് അമ്മയ്ക്ക് കൊണ്ട് അടിമ വയ്ക്കാൻ. അങ്ങനെ ആദ്യത്തെ കീമോതെറാപ്പി കഴിഞ്ഞ് എന്നെ കൊണ്ടുപോയി ആശുപത്രിയിൽ ചെന്ന് മരുന്നൊക്കെ ഡോക്ടറിന് കൊടുത്തിട്ട്, ഡോക്ടറെ ഇനി മരുന്നൊന്നും വേണ്ട, കൊച്ചു മരിക്കുവാണെങ്കിൽ മരിച്ചു കൊള്ളട്ടെ എന്ന് പറഞ്ഞ് പപ്പയും മമ്മിയും കൂടെ എന്നെ എടുത്തുകൊണ്ട് നേരെ കൊണ്ടുപോയത് വല്ലാർപാടത്താണ്. അടിമ വെച്ചു പ്രാർത്ഥിച്ചു, തിരിച്ചു വന്നു. പിന്നെ 14-ാം ദിവസം ഞാൻ എഴുന്നേൽക്കുകയാണ്, കട്ടലിൽ നിന്ന് എഴുന്നേറ്റ് ഭക്ഷണം കഴിക്കുകയാണ്. ഇതെല്ലാം ഭക്ഷണം കഴിക്കുന്നു. പിന്നെ എൻ്റെ ബ്ലഡിലെ ESR എന്ന് പറഞ്ഞ ആ സംഗതി, ഇൻഫെക്ഷൻ കൂടുമ്പോൾ അതും കൂടും. അത് 10-ൽ താഴെ നിൽക്കേണ്ടത് 140 കഴിഞ്ഞ് അത് 8ാമത്തെ ആഴ്ചയിൽ അത് താഴ്ന്നു വന്ന് 3ആയി. ശരീരത്തിൽ നിന്ന് അവസാനത്തെ ക്യാൻസറിൻ്റെ സെല്ല് പോലും അപ്രത്യക്ഷമായി. 43 വർഷങ്ങൾ കഴിഞ്ഞു. പിന്നെ ഒരു ആശുപത്രിയിലും ഒരു ചെക്കപ്പിന് പോയിട്ടില്ല. പക്ഷെ ഇതിനെല്ലാം ഇടയിൽ മമ്മി പറഞ്ഞ ഒരു കാര്യമുണ്ട്: മോനെ, നിന്നെ രക്ഷിച്ചത് മരുന്നോ ലേപന ഔഷധങ്ങളോ അല്ല. ജ്ഞാനത്തിൻ്റെ പുസ്തകം 6:12 പഠിപ്പിക്കുന്നു, ഞാൻ മരുന്നോ ലേപന ഔഷധമോ അല്ല, കർത്താവിൻ്റെ വചനമാണ്. എന്നിട്ട് പറയും, ജപമാലയും ദിവ്യകാരുണ്യവുമാണ് നിന്നെ ഇന്ന് എഴുന്നേൽപ്പിച്ച് നിർത്തുന്നത്. എന്നിരുന്നാലും ഞാൻ വിചാരിക്കുകയാണ്, പിന്നീട് സ്കൂളിലൊക്കെ പോയി പഠിക്കുന്ന കാലഘട്ടമാണ്. ആ സമയത്തൊന്നും വൈദികനാകണമെന്ന ചിന്തയൊന്നും എൻ്റെ മനസ്സിലുണ്ടായിട്ടില്ല. എപ്പോഴും ഡോക്ടറാവണം എന്ന ചിന്തയാണ്. കാരണം എൻ്റെ ജീവിതം മുഴുവൻ ആശുപത്രിയിലായിരുന്നു.
അതുകൊണ്ട് എപ്പോഴും ഡോക്ടറെയാണ് കൂടുതൽ കാണുന്നത്. പള്ളിയിൽ പോകും, പ്രാർത്ഥിക്കും, കുർബാനയ്ക്ക് പോകും, പങ്കെടുക്കും, തിരിച്ചു വരും എന്നല്ലാതെ ഒരു പ്രത്യേകമായിട്ടൊരു ആത്മീയ ബന്ധമൊന്നും ആ സമയത്ത് ബലിപീഠമായിട്ട് എനിക്ക് ഉണ്ടായിട്ടില്ല എന്നെനിക്ക് തോന്നുന്നു, വ്യക്തിപരമായിട്ടൊരു വളർന്നു വരുന്ന കാലഘട്ടത്തിൽ. അപ്പോൾ സ്കൂളിൽ പഠിക്കാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഒത്തിരി വൈദികർ വൊക്കേഷൻ പ്രൊമോഷനായിട്ട് സ്കൂളിൽ വരാൻ തുടങ്ങി. അപ്പോൾ അവരെല്ലാം കണ്ടപ്പോൾ എനിക്ക് എന്തുകൊണ്ട് എനിക്ക് വൈദികനാകാൻ സാധിക്കില്ലെന്നൊരു ചിന്ത ഉള്ളിലേക്ക് വന്നു. അതും കൂടാതെ വേറൊരു സംഭവം കൂടി എനിക്കുണ്ടായി. ഞാൻ നിങ്ങളോട് സൂചിപ്പിച്ചല്ലോ, എനിക്ക് ക്യാൻസർ വന്നു. അപ്പോൾ ക്യാൻസർ വന്ന് അധികം മരുന്ന് കഴിച്ച് ഒത്തിരി മരുന്നുകളൊക്കെ കഴിച്ചുകൊണ്ട് എനിക്ക് പഠനത്തിന് ഭയങ്കര ബുദ്ധിമുട്ടായി. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് പ്രത്യേകമായിട്ട് 8ാം ക്ലാസ്സിലും 9ിലൊക്കെ എന്നെ പാസ് ചെയ്ത് വിടും, അതുകൊണ്ട് അടുത്ത ക്ലാസ്സിലേക്ക് പോകും. 10ാം ക്ലാസ്സിലെത്തിയപ്പോഴാണ് ഒരു കാര്യം എല്ലാവരും ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. ഞാൻ മാത്തമാറ്റിക്സിൽ എപ്പോഴും ഫെയിലാവും. 50 മാർക്കിൽ ചിലപ്പോൾ 6 മാർക്ക് 3 മാർക്ക് ഇങ്ങനെയൊക്കെ കിട്ടത്തുള്ളൂ. എനിക്ക് പഠിക്കാൻ പറ്റുന്നില്ല, തലയിൽ കയറുകയില്ല മാത്തമാറ്റിക്സ്. അതുപോലെ ഇംഗ്ലീഷിന് ഞാൻ ഫെയിലാവുകയാണ്. അപ്പോൾ എൻ്റെ സ്കൂളിലെ ഹെഡ് മിസ്ട്രസ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അന്നമ്മ ടീച്ചർ, ആ ടീച്ചർ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, അജി ഈ വർഷം പരീക്ഷ എഴുതുന്നില്ല. അപ്പോൾ എനിക്ക് ഒത്തിരി വിഷമമായി. അപ്പോൾ ഞാൻ ടീച്ചറിനോട്, ടീച്ചറെ എനിക്ക് എഴുതണം, എല്ലാവരും എഴുതുമല്ലേ, എനിക്കും എഴുതണം. അപ്പോൾ ടീച്ചർ എന്നോട് പറയുകയാണ്, അജി മാത്തമാറ്റിക്സിന് ജയിക്കുമോ? ഇല്ല. ഇംഗ്ലീഷിന് ജയിക്കുമോ? ഇല്ല. പിന്നെ എന്തിനാ പരീക്ഷ എഴുതുന്നത്? ഒരു വർഷം ട്യൂഷനൊക്കെ എടുത്തിട്ട് വരുന്ന കൊല്ലം പരീക്ഷ എഴുതാൽ മതി. അങ്ങനെ ഞാൻ ദുഃഖിച്ച് ക്ലാസ്സിലേക്ക് തിരിച്ചു വന്ന് വീട്ടിലെ അപ്പനമ്മമാരൊക്കെ ചോദിച്ചു, എന്തിനാ നീ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത്? അപ്പോൾ ഞാൻ അവരോടൊന്നും മിണ്ടിയില്ല. പിറ്റേ ദിവസം സ്കൂളിൽ വന്നപ്പോൾ എൻ്റെ അടുത്ത ക്ലാസ്സിലെ ക്ലാസ് ടീച്ചറായ സിസ്റ്റർ അംബിക FCC, ഇപ്പോൾ ടീച്ചർ മൂവാറ്റുപുഴയുണ്ട്, ആ സിസ്റ്റർ എന്നെ സ്റ്റാഫ് റൂമിലേക്ക് വിളിച്ചിട്ട് ചോദിച്ചു, അജിക്ക് പരീക്ഷ എഴുതണോ? ഞാൻ പറഞ്ഞു എഴുതണം, പക്ഷെ കണക്കിനും ഇംഗ്ലീഷും ജയിക്കുമോ? ഉറപ്പില്ല ടീച്ചറെ. എന്നാൽ പിന്നെ എന്തിനാ എഴുതുന്നത്? പക്ഷെ നിനക്ക് എഴുതാൻ താല്പര്യമുണ്ടോ? ഉണ്ട്. ഞാൻ പറയുന്നത് കേൾക്കുമോ? കേട്ടോളാം. സിസ്റ്റർ എന്നോട് പറയുക, വിശുദ്ധ കുർബാന മുടക്കരുത്. രണ്ടാമത്തെ കാര്യം, എപ്പോൾ പള്ളി കണ്ടാലും കുരിശ് കണ്ടാലും ഒരു സ്വർഗസ്നായ പിതാവേ, ഒരു നന്മ നിറഞ്ഞ മറിയം, ഒരു പിതാവിൻ പുത്രൻ ചൊല്ലി പ്രാർത്ഥിച്ചിട്ട് ബോധജ്ഞാനത്തിൻ്റെ സിംഹാസനം എന്ന് പ്രാർത്ഥിക്കണം. അത് പരിശുദ്ധ അമ്മയാണെന്നൊന്നും മനസ്സിലാക്കാൻ സമയത്ത് എനിക്ക് അറിയില്ലായിരുന്നു. അപ്പോൾ ബോധജ്ഞാന സിംഹാസനം. ഇപ്പം ഞാൻ പള്ളിയിൽ കയറും, കാണുമ്പോഴൊക്കെ പള്ളിയിൽ കയറും, പ്രാർത്ഥിക്കും. രാവിലെ വിശുദ്ധ കുർബാനയ്ക്ക് പോകുമ്പോൾ പ്രാർത്ഥിക്കും, രാവിലെ എഴുന്നേറ്റ് കട്ടിലിരുന്ന് പ്രാർത്ഥിക്കും, കിടക്കാൻ പോകുമ്പോൾ പ്രാർത്ഥിക്കും. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് നടന്ന് അതിൻ്റെ കൂടെ പഠിക്കും. പഠനവും നന്നായിട്ട് പഠിക്കും, വായിക്കും. മനസ്സിലാകാത്ത കാര്യങ്ങളൊക്കെ മനസ്സിലേക്ക് കയറാൻ തുടങ്ങി. പഠിക്കുക. കണക്ക് എനിക്ക് മനസ്സിലാകാത്ത, എനിക്ക് ആരും പറഞ്ഞു തരാനില്ലായിരുന്നു. എനിക്ക് പറഞ്ഞു തന്നതൊക്കെ പരിശുദ്ധാത്മാവാണ്, ദൈവമാണ് പഠിപ്പിച്ചത്. എനിക്ക് ബോധ്യമുണ്ട് തീർച്ചയായിട്ടും. അതുകൊണ്ട് അങ്ങനെ പഠിക്കാൻ തുടങ്ങി. എന്നെ മോഡൽ എക്സാമിന് എനിക്ക് ഫസ്റ്റ് ക്ലാസ് കിട്ടി, എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഫസ്റ്റ് ക്ലാസ്. കണക്കിന് ജയിച്ചു, ഇംഗ്ലീഷിന് ജയിച്ചു. പിന്നീട് രാത്രിയൊക്കെ ഇരുന്ന് പഠിക്കാൻ തുടങ്ങി. വലിയ പരീക്ഷ കഴിഞ്ഞു. റിസൾട്ട് വന്നപ്പോൾ 6 ഡിസ്റ്റിങ്ഷനുണ്ട്, 26 ഫസ്റ്റ് ക്ലാസ് സ്കൂളിലുണ്ട്. ആ ഡിസ്റ്റിങ്ഷൻ എനിക്ക് 4 മാർക്ക് കുറവ്. ഫസ്റ്റ് ക്ലാസ് കിട്ടിയതിൽ ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടിയത് എനിക്കായിരുന്നു സ്കൂളിൽ നിന്ന്. എന്നെ കണക്ക് പഠിപ്പിച്ച സാറ്, തയ്യിൽ ജോൺ സാറ് വന്ന് എന്നെ കെട്ടിപ്പിടിച്ച് കരഞ്ഞതൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട്, സന്തോഷം കൊണ്ട്. അംബിയ സിസ്റ്റർ എന്നെ ചേർത്ത് പിടിച്ച് എന്നെ എല്ലാവരും കൊണ്ടുനിന്ന് കാണിച്ച് ക്ലാസ്സിൽ സ്കൂൾ മുഴുവനും അവരോട് പറഞ്ഞതൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട്. ഈ അജിയെ കണ്ട് പഠിക്കണം, തീർച്ചയായിട്ടും. അപ്പം അങ്ങനെയൊക്കെ ഒരു അനുഭവത്തിലൂടെ വളർന്നാണ് ഞാൻ വന്നത് എൻ്റെ ചെറുപ്പത്തിൽ. അപ്പം അങ്ങനെ ആ അനുഭവം കൂടെ പുറകെ കിടക്കുന്നതുകൊണ്ടാണ് അച്ഛന്മാർ സ്കൂളിൽ വരാൻ തുടങ്ങിയപ്പോൾ എന്തോ ഒരു ആഗ്രഹം, എന്തുകൊണ്ട് എനിക്ക് വൈദികനായിക്കൂടാ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഫാദർ എമ്മാനുവൽ കല്ലറയ്ക്കൽ, ഞങ്ങളുടെ സഭയിലെ വൊക്കേഷൻ പ്രൊമോട്ടറായിരുന്നു അദ്ദേഹം. ഞാനിന്നായിരിക്കുന്ന ഈ ഹൗസിൽ നിന്നാണ് വന്നത് സ്കൂളിൽ. അച്ഛൻ 1 മണിക്കൂർ ക്ലാസ് എടുത്തു. അതിനുശേഷം പറഞ്ഞു, ഇനി ഹോളി ക്രോസ് സഭയിൽ ചേരാനുള്ളവരിയ്ക്ക് ബാക്കിയുള്ളവർ പോയിക്കൊള്ളാൻ പറഞ്ഞപ്പോൾ അവിടെ നിരീശ്വരവാദിയായ ഒരു സാറുണ്ടായിരുന്നു. സാറ് വന്ന് അച്ഛനെ വഴക്ക് പറഞ്ഞിട്ട് അച്ഛനോട് ഗെറ്റ് ഔട്ട് എന്ന് പറഞ്ഞു സ്കൂളിൽ നിന്ന്. അച്ഛൻ പുഞ്ചിരിച്ചുകൊണ്ട് അച്ഛൻ്റെ ബൈക്കും എടുത്ത് ഗ്രൗണ്ടിൽ നിന്ന് പുറത്തേക്ക് പോകുന്നു. ഞാൻ എൻ്റെ ക്ലാസ്സിൻ്റെ ജനാലയിലൂടെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ മനസ്സിൽ ഭയങ്കരമായ ദുഃഖം നടന്നു. അച്ഛൻ വിഷമിച്ച് പോകുന്ന കണ്ടു. അന്ന് ഞാൻ തീരുമാനിച്ചു ഏത് സഭയിൽ ചേരണമെന്ന്. അങ്ങനെയാണ് ഞാൻ ഹോളി ക്രോസിൽ എത്തിയത്. പിന്നീട് ഒരിക്കലും ഞാൻ പുറകോട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല. ദിവ്യരഹസ്യങ്ങൾ ഉദാശ ചെയ്തിടും പൂജിതമാമ്പലി വേദീതിൽ ആഗതനാകുന്നു ജീവന്റെ അപ്പമായി ദൈവത്തിൻ നിത്യകുമാരനീശോ. സെമിനാരിയിൽ ചേർന്ന സമയത്ത്
ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. ഞാൻ വരുന്ന വീട്, സാഹചര്യം, ഗ്രാമത്തിൻ്റെ അന്തരീക്ഷം അതിനെല്ലാം മാറി സെമിനാരിയിലേക്ക് വന്നപ്പോൾ എനിക്ക് ആദ്യമായിട്ട് ഇതുമായിട്ടങ്ങ് പൊരുത്തപ്പെടാനായിട്ട് മറ്റുള്ളവരെ പോലെയൊന്നും അല്ലായിരുന്നു. ഞാൻ വളരെ വ്യത്യസ്തനായിരുന്നു. പറഞ്ഞാൽ കളിക്കാൻ അറിയത്തില്ല, കാരണം ഈ രോഗങ്ങൾ കാരണം ഞാൻ ഒരിക്കലും കളിക്കാൻ പോയിട്ടില്ല. പിന്നെ അതുപോലെ ബാക്കി കാര്യങ്ങൾക്കൊന്നും ഞാനെല്ലാം പുറകിലായിരുന്നു. എല്ലാ കാര്യങ്ങളും ആകെ എനിക്കറിയാവുന്നത് വിശുദ്ധ കുർബാനയാണ്, പള്ളി, അതൊക്കെയായിരുന്നു എൻ്റെ ജീവിതം. പള്ളി, കുർബാന, കൊന്ത, അതൊക്കെ ഞാനെപ്പോഴും മിക്കവാറും ഞാൻ ഓർക്കുന്നുണ്ട്. ഈ ഹൗസിലാണ്, ഇവിടെ തന്നെയാണ്. പലപ്പോഴും ഞാൻ തന്നെ പള്ളിയിൽ പോയിരിക്കും, രാത്രിയിലൊക്കെ പോയിരിക്കുക. പിന്നെ ചുമ്മാ ഇരിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ എഴുതുക, ദൈവവചനം എടുത്തിട്ട് അത് വ്യാഖ്യാനിച്ചത് +1 +2 പഠിക്കുന്ന സമയത്ത് തന്നെ കുറേ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ കുറേ പാട്ടുകൾ എഴുതുക സ്വന്തമായിട്ട്. പിന്നെ ആരെയും ഇതൊന്നും കാണിച്ചു കൊടുത്തിട്ടില്ല, അതിപ്പോഴും എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്. ഞാൻ ആർക്കും കാണിച്ചു കൊടുത്തിട്ടില്ല, ആർക്കും കാണാൻ വേണ്ടിയിട്ട് എഴുതിയതുമല്ല. ഒരു ചിലപ്പോൾ പള്ളിയിലിരിക്കുമ്പോഴായിരിക്കും എന്തെങ്കിലും ഒരു വസ്തു കാണുമ്പോൾ അതേക്കുറിച്ചൊരു ചിന്ത വരും, അതിൻ്റെ ഒരു റിഫ്ലക്ഷൻ, സ്പിരിച്വൽ റിഫ്ലക്ഷൻ, അതൊക്കെ ഇങ്ങനെ എഴുതി സൂക്ഷിക്കുക. അപ്പം അങ്ങനെ ഒരു ഹാബിറ്റൊക്കെ എനിക്കുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ കൂടെ ഞാൻ പറഞ്ഞു, നിശ്ചിതമായിട്ട് ഇപ്പോൾ പള്ളിയിൽ പോയെന്ന് പ്രാർത്ഥിക്കുക, ചുമ്മാ ഇരിക്കുക പള്ളിയിൽ. പിന്നെ എനിക്കൊരു സ്വഭാവം ചെറുപ്പം മുതലേ ഉണ്ടായിരുന്നതാണ്, പാട്ട് പാടിക്കൊണ്ട് നടക്കുക. അപ്പോൾ എന്ത് പാട്ടാണെന്ന് ചോദിച്ചിട്ട് സിനിമാ പാട്ടൊന്നും അല്ല, ഭക്തിഗാനവും അല്ല. ഭക്തിഗാനങ്ങളൊന്നും എനിക്ക് കാണാപ്പാടം പഠിച്ച് പാടുന്നത് എനിക്കറിയില്ല. എനിക്കറിയാവുന്ന ഗാനങ്ങൾ എന്ന് പറഞ്ഞാൽ വിശുദ്ധ കുർബാനയുടെ ഗീതങ്ങളാണ്. അതിങ്ങനെ പാടിക്കൊണ്ട് നടക്കും. സർവാധിപനം കർത്താവേ, അല്ലെങ്കിൽ ശബ്ദമുയർത്തി പാടും. ഇതൊക്കെ ഇങ്ങനെ മൂളിപ്പാട്ടും പാടി നടക്കുക. കുളിക്കുന്ന സമയത്തും പാടുക, കളിക്കുന്ന സമയത്തും പാടുക. ഇതൊക്കെയായിരുന്നു എൻ്റെ സ്വഭാവം. അപ്പം അങ്ങനെ ഒരു അന്തരീക്ഷത്തിലാണ് ഞാൻ വളർന്ന് പിന്നെ പൂനെയിലെത്തി, തിയോളജിക്ക് പഠിക്കാൻ തുടങ്ങി. പഠിച്ച് വൈദികനാകുന്ന കാലഘട്ടം ആ സമയം ഞാൻ പ്രത്യേകം ഓർക്കുകയാണ്. ഞാൻ എൻ്റെ മമ്മിയോട് ചോദിക്കുകയാണ്, മമ്മിയെ, നമുക്ക് ഈ പട്ടത്തിന് എൻ്റെ അനിയനും വൈദികനാണ്, ഞങ്ങൾ ഒരുമിച്ചായിരുന്നു പട്ടം. അപ്പോൾ ഈ പട്ടത്തിൻ്റെ സമയത്ത് വളരെ വലിയ തുക ആവശ്യമായി വരും. അപ്പം ഞാൻ പപ്പയോടും മമ്മിയോടും ചോദിക്കുക, നമ്മൾ എവിടെ നിന്ന് ഈ കാശെല്ലാം ഉണ്ടാക്കുക? കാരണം വീട്ടിൽ അത്രയും സാമ്പത്തികമായിട്ടൊന്നുമില്ല. അപ്പം എങ്ങനെ കാശുണ്ടാകും? അന്ന് മമ്മി എന്നോട് പറഞ്ഞ ഒരു കാര്യം ഞാൻ ഓർക്കുന്നുണ്ട്. മമ്മി പറയുകയാണ്, അബ്രാഹാം ഇസ്ഹാക്കിനെയും പിടിച്ചുകൊണ്ട് മൊറിയാമല കയറുക ബലിയർപ്പിക്കാനായിട്ട്. പോകുന്ന വഴി ആ കുഞ്ഞ് അപ്പനോട് ചോദിക്കുന്നുണ്ട്, അപ്പാ, വിറകുണ്ട്, തീയുണ്ട്, നമുക്ക് ബലിമൃഗം എവിടെയെന്ന് ചോദിക്കുമ്പോൾ അപ്പൻ കൊടുക്കുന്ന ഒരു ഉത്തരവുണ്ട്, മോനെ, അത് ദൈവം നമുക്ക് തരും. എൻ്റെ മമ്മി ആ വചനങ്ങൾ ഓർമ്മപ്പെടുത്തിയിട്ട് എന്നോട് പറയുക, നിന്നെ എത്രയും വളർത്തിയ ദൈവത്തിന് അത് തരാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. പട്ടം കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത്, ബാക്കി 30,000 രൂപയോളം വീട്ടിലുണ്ടായിരുന്നു. എല്ലാം കഴിഞ്ഞിട്ട് ആഘോഷമായി എല്ലാ പരിപാടിയും നടത്തിയിട്ട് അവിടെ എല്ലാം ദൈവത്തിൻ്റെ കരുതൽ ഞാൻ കാണുക. പിന്നീട് ബലിയർപ്പിച്ചും, ബലിയർപ്പണം എന്ന് പറഞ്ഞാൽ എനിക്കിപ്പോഴും എൻ്റെ ജീവിതത്തിൽ കൊതി തീരാത്ത ഒന്നുണ്ടെങ്കിൽ അത് വിശുദ്ധ കുർബാനയാണ്. അത് ഇന്നലെയും ഇന്നും എന്നും അങ്ങനെയാണ്. ഇനിയിപ്പോൾ അടുത്ത കുർബാനയുണ്ടെങ്കിൽ അച്ഛനോടും, മഴയല്ല വെയിലല്ല, എനിക്ക് പറ്റുന്ന സ്ഥലമാണെങ്കിൽ ഞാൻ എത്തിയിരിക്കും ബലിയർപ്പിക്കാനായിട്ട്. കാരണം അതെൻ്റെ ഒരു നേച്ചറാണ്, എൻ്റെ ഉള്ളിൽ ദൈവം തന്നിരിക്കുന്ന ഒരു ദാഹമാണ്. അതെനിക്ക് ഇതുവരെ ദാഹത്തെ എന്നെ പൂർണ്ണമായി ശമിപ്പിക്കാൻ പറ്റിയിട്ടില്ല. കാരണം ഓരോ കുർബാന അർപ്പിക്കുമ്പോഴും അടുത്ത കുർബാനയ്ക്ക് വേണ്ടി ആഗ്രഹിക്കുക. ഞാൻ ചിലരോടൊക്കെ പറയാറുണ്ട്, ഇനിയിപ്പോൾ 10 കുർബാന ഒരു ദിവസം ചെല്ലണമെങ്കിൽ അത് ആഘോഷമായ ദിവ്യബലിയാണെങ്കിൽ ഞാനവിടെ നിൽക്കും വൈകുന്നേരം വരെ. കാരണം അതെൻ്റെ ഒരു സ്നേഹമാണ് വിശുദ്ധ കുർബാനയോട്. എന്തുകൊണ്ടാണെന്നൊന്നും ചോദിച്ചാൽ എനിക്കറിയില്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വിശുദ്ധ കുർബാന. ആനന്ദ കീർത്തനം പാടി നിത്യം ആരാധനാ സ്തുതി സ്തോത്രമേകാം. ഞാൻ വിശുദ്ധ ബലിയൊക്കെ അർപ്പിച്ചിങ്ങനെ പോകുന്ന സമയത്ത് 2011 ഞാൻ ബാംഗ്ലൂരായിരിക്കുന്ന സമയത്ത് ഒരു ദിവസം രാവിലെ 3 മണിക്ക് ഞാൻ കട്ടിലിൽ നിന്ന് ചാടി എഴുന്നേറ്റ് അവിടെ കട്ടിലിൽ കുത്തിയിരുന്ന് ഞാൻ വെറുതെ കരയുകയാണ്. എന്താണെന്നറിയത്തില്ല, ഞാൻ അവിടെ നിന്ന് കരയുന്നു. യേശോയെ, ഇത് പോരാ, എൻ്റെ വൈദിക ജീവിതം ഇത് പോരാ, എനിക്ക് ഇനിയും കൂടുതൽ വേണം പറഞ്ഞ് ഞാനവിടെ കരയും. പെട്ടെന്ന് എനിക്ക് ധ്യാനിക്കാൻ പോകണം. ഞാൻ ബ്രോൺസിൽ അച്ഛൻ എഴുത്തെഴുതി എനിക്ക് മുരിങ്ങൂര് ധ്യാനകേന്ദ്രത്തിൽ 1 വർഷം പോയി നിൽക്കും. അച്ഛൻ മറുപടി എഴുതി, ഒരു കാരണവശാലും നീ അങ്ങോട്ട് പോകണ്ടെന്ന്. അപ്പോൾ എനിക്ക് സങ്കടമായി. അച്ഛൻ എന്നിട്ട് അമേരിക്കയ്ക്ക് പോയപ്പോൾ എൻ്റെ സുപ്പീരിയർ അച്ഛനോ ആയ
ഹെർവേ മോറിസറ്റ് അച്ഛനോട് ഞാൻ ചോദിച്ചു, അച്ഛാ എനിക്ക് ഒരാഴ്ച ഇങ്ങനെ ധ്യാനിക്കാൻ പോകണം, പൊക്കോട്ടെ എന്ന്. അച്ഛൻ അനുവാദം തന്നപ്പോൾ ഞാൻ ഫോൺ വിളിച്ച് ധ്യാനം ബുക്ക് ചെയ്ത് അട്ടപ്പാടിയിൽ വൈദികർക്കുള്ള ധ്യാനത്തിലാണ്. ആ ധ്യാനം ഞാൻ ബുക്ക് ചെയ്ത് അവിടെ ചെന്ന് കഴിയുമ്പോൾ വലിയ അനുഭവമാണ് എനിക്ക് അവിടെ ഉണ്ടായത്. അവിടെ ആരാധനയുടെ ആദ്യത്തെ ദിവസം ആരാധന സമയത്ത് ദിവ്യകാരുണ്യം എഴുന്നള്ളിച്ച് വെച്ചപ്പോൾ കണ്ണുനീരൊഴുകുക, കരച്ചിലൊന്നും വരുന്നില്ല. എവിടെ നിന്നാണ് ഈ കണ്ണുനീര് ഒഴുകുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാനാണെങ്കിൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി. ചുറ്റുപാടും വൈദികർ നിൽക്കുന്നു, വൈദികരുടെ ധ്യാനമാണ്, അവരെന്നെ കാണുമല്ലോ, വേറെ വല്ലതൊക്കെ ചിന്തിക്കുമല്ലോ എന്നൊക്കെ വിചാരിച്ച് ഞാനിങ്ങനെ കണ്ണുനീരൊക്കെ തുടച്ചു കളയും, വീണ്ടും ഒഴുകും. ആ ആരാധന നേരത്തെ മുഴുവൻ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആരാധന കഴിഞ്ഞ് അച്ഛന്മാരൊക്കെ പോയി ഞാൻ മുട്ടുകുത്തി കുനിഞ്ഞ് നിൽക്കുകയാണ്, ഇതൊന്ന് ഉണങ്ങി കിട്ടാൻ വേണ്ടിയിട്ട്. പുറത്തിറങ്ങി മുഖം കഴുകി ഭക്ഷണം കഴിക്കാൻ കയറുന്ന സമയത്ത് അവിടെ കൂടാരത്തിലിരുന്ന് കുറേ പേര് മധ്യസ്ഥ പ്രാർത്ഥന സമയത്ത് വിളിച്ചു പറയാണ്, കപ്പ്യാരമലയിൽ അജി അച്ഛന് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം കൊടുക്കണമേ എന്ന് പറഞ്ഞ് അവർ വലിയ സ്വരത്തിൽ സ്തുതിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന ഞാൻ വീണ്ടും കരച്ചിൽ തുടങ്ങി. എന്താണെന്നറിയാം, ഞാൻ വേഗം ഭക്ഷണം കഴിച്ചിട്ട് വേഗം മുറിക്കകത്ത് പോയി കട്ടിലേക്ക് കയറി കിടന്നു. പിന്നെ ഇറങ്ങി പുറത്തു വന്നു. പിന്നെ കുഴപ്പമൊന്നും കണ്ടില്ല. പിറ്റേ ദിവസം ആരാധനയ്ക്ക് വീണ്ടും എഴുന്നള്ളിച്ച് വെച്ചു, വീണ്ടും കണ്ണുനീര് ഒഴുകുന്നു. പട്ടായി അച്ഛൻ മോളിൽ നിന്ന് വിളിച്ചു പറഞ്ഞു, 2 വൈദികർക്ക് കണ്ണുനീര് ഒഴുകുന്ന അനുഭവം ഈശോ കൊടുക്കുന്നുണ്ട്. ഇന്നലെ ആരാധനയുടെ സമയത്ത് തുടങ്ങിയതാണ്, ഇന്നും അത് തുടരുകയാണെന്ന് പറഞ്ഞു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത് അവർ വലിയ അഭിഷേകത്തിൻ്റെ കൃപയായിരുന്നെന്ന് മനസ്സിലായി. പിന്നീട് ഞാൻ എയ്മി സിസ്റ്റർ എയ്മിയുടെ അടുത്ത് കൗൺസിലിങ്ങിനായിട്ട് പോയിരുന്നതും സിസ്റ്റർ എന്നോട് പറഞ്ഞു, അച്ഛൻ്റെ പുറകിൽ പരിശുദ്ധമ്മ നിൽക്കുന്നു, അച്ഛൻ്റെ പുറകിൽ നിന്ന് കെട്ടിപ്പിടിച്ചുകൊണ്ട് അമ്മയൊരു കാര്യം പറയുന്നു, മോനെ നിൻ്റെ ചെറുപ്പത്തിൽ നിനക്ക് മാരകമായ ഒരു അപകടം ഉണ്ടായപ്പോൾ ആ അപകടത്തിൽ നിന്നെ ഞാൻ രക്ഷിച്ചപ്പോൾ നിൻ്റെ അമ്മ നിന്നെ എനിക്ക് തന്നതാണ്. പക്ഷേ എൻ്റെ ബുദ്ധി പ്രവർത്തിക്കാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എല്ലാ കുട്ടികൾക്കും അപകടം ഉണ്ടാകുന്നത്, ഇതൊന്നും ചുമ്മാ വെറുതെ പറയുന്നതാണെന്ന് വിചാരിച്ച് ഞാനിങ്ങനെ ആ ചിന്തയിലാണ് അവിടെ ധ്യാനത്തിന് പോയത് തന്നെ. ധ്യാനമൊക്കെ കൂടാൻ ആഗ്രഹിച്ചെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ദർശനവും പരിപാടിയൊന്നും എനിക്ക് വലിയ വിശ്വാസമൊന്നുമില്ലായിരുന്നു. അപ്പോൾ സിസ്റ്റർ ഇത് പറയാൻ പറഞ്ഞപ്പോഴത്തേനും ഞാനിങ്ങനെ സംശയിച്ചിരിക്കുകയാണ്. ഇവിടുത്തെ പെട്ടെന്ന് സിസ്റ്റർ എൻ്റെ കണ്ണിലേക്ക് തുറിച്ചു നോക്കി, എന്നിട്ട് ചോദിച്ചു, 2003 ആക്സിഡൻ്റ് ഉണ്ടായിരുന്നു. ബൈക്ക് ആക്സിഡൻറ്റ്, ബാംഗ്ലൂർ, രാത്രി 10-11 എപ്പോഴാണ് അച്ഛൻ? ഒരു 10:45 കാണും. അച്ഛൻ റോഡിൽ കിടന്നല്ലേ കുറേ നേരം ബോധം കെട്ട്. ഒരു ചെറുപ്പക്കാരൻ വന്ന് അച്ഛനെ തിരിച്ചു കൊണ്ട് അച്ഛൻ്റെ ഹൗസിൽ കൊണ്ടുവിട്ടില്ലായിരുന്നു. പെട്ടെന്ന് സിസ്റ്റർ മുഖം തിരിച്ചിട്ട് പറഞ്ഞു, മോനെ അന്ന് രാത്രി മരിക്കേണ്ടതായിരുന്നു, നിന്നെ താങ്ങിയെടുത്തും കൊണ്ടുവന്ന് ശുശ്രൂഷയൊക്കെ ഞാനായിരുന്നു, നിൻ്റെ അമ്മയായിരുന്നു. എൻ്റെ ദൈവമേ, അത് കേട്ടത് ഇത് സിസ്റ്ററിന് അറിയാൻ ഒരു വഴിയില്ലാത്ത കാര്യമോ. ഞാനവിടെ നിന്ന് ഒരൊറ്റ കരച്ചിൽ, വാവിട്ട് കരയാണ്. കരഞ്ഞുകൊണ്ട് ഇപ്പോൾ ശുശ്രൂഷ എല്ലാവർക്കും ഓടി വരുന്നു. സിസ്റ്റർ പറഞ്ഞു, എല്ലാവരും നിങ്ങൾ പൊക്കോളാൻ പറഞ്ഞു. സിസ്റ്റർ പറഞ്ഞു, അച്ഛൻ്റെ ഭാഷാവരം തരുന്നു. സിസ്റ്റർ എനിക്കറിയത്തില്ല, പണ്ട് എൻ്റെ മമ്മി ഭാഷാവരത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ ഞാനും പപ്പയും കൂടെ പോയി കളിയാക്കുമായിരുന്നു മമ്മിയെ. മമ്മി അതൊക്കെ കേട്ട് കരഞ്ഞിട്ടുണ്ട്. ഞാൻ നോക്കിയപ്പോൾ എൻ്റെ ശരീരത്തിൻ്റെ സിസ്റ്റർ പറഞ്ഞു, പരിശുദ്ധാത്മാവിന് വിട്ടുകൊടുത്തേരെ, പരിശുദ്ധാത്മാവ് അച്ഛനെ ഏറ്റെടുക്കുകയാണ്. പിന്നെ കണ്ടത് ഒരു 45 മിനിറ്റ് അന്ന് തോന്നുന്നു. ഞാൻ അവിടെ നിന്ന് ഒരു നിയന്ത്രണമില്ല എൻ്റെ ശരീരത്തിന്, വായിന്ന് വരുന്നതെന്ന് എനിക്കറിയത്തില്ല. കുറേ നേരം പ്രാർത്ഥിച്ചു. അവസാനം സിസ്റ്റർ നന്മ നിറഞ്ഞ് പറയുമെന്ന് പ്രാർത്ഥന ചൊല്ലി അച്ഛൻ 6 ഭാഷയെ പ്രാർത്ഥിച്ചു. ഞാൻ ചോദിച്ചു, 6? ഇതൊന്നും എനിക്ക് മനസ്സിലാകുന്നു. ഇനി അച്ഛൻ പേടിക്കണ്ട, ആരാധനയ്ക്ക് മുമ്പ് തന്നെ വന്നോളൂ എന്ന് പറഞ്ഞു. അതിനുശേഷം വേറെ കുറേ വരങ്ങളൊക്കെ പറഞ്ഞ് എനിക്കൊന്നും മനസ്സിലായില്ല. അത് കഴിഞ്ഞ് ഞാൻ തിരിച്ചു വന്നു. ധ്യാനമൊക്കെ കഴിഞ്ഞ് വന്നു കയറി പിന്നെ മനസ്സിലൊരാഗ്രഹം. പണ്ടെങ്കിലും ഞാൻ എൻ്റെ ഈ സാക്ഷ്യം പറയാൻ എനിക്ക് ഭയങ്കര മടിയായിരുന്നു. മറ്റുള്ളവർ മുമ്പിൽ ഞാൻ ചെറുതായി പോകുമല്ലോ, ഇങ്ങനെ രോഗമുള്ള വ്യക്തിയാണെന്ന് എല്ലാവരും ചിന്തിക്കുമല്ലോ എന്നൊക്കെ വിചാരിച്ച് ഞാനിതൊരിക്കലും ആരോടും പറഞ്ഞിട്ടുമില്ല. അപ്പോൾ ഞാനിങ്ങനെ ചിന്തിക്കും. പക്ഷേ ഒരു ഒക്ടോബർ മാസത്തിൽ, ഈ ധ്യാനത്തിന് പോകുന്നതിന് ഒക്ടോബർ മാസത്തിൽ ഞാൻ ബാംഗ്ലൂർ സെൻറ്റ് മേരീസ് ബസിലിക്കയിൽ ഒരു റോസറി ഗ്രൂപ്പിൻ്റെ മുമ്പിൽ ഞാൻ പറഞ്ഞു, എനിക്ക് ചെറുപ്പത്തിൽ ഒരു ട്യൂമർ വന്നായിരുന്നു, ആ ട്യൂമറൊക്കെ പരിശുദ്ധമ്മ സുഖപ്പെടുത്തിയതാന്നൊക്കെ പറഞ്ഞ്, ജപമാല മമ്മി ചൊല്ലി സുഖപ്പെടുത്തിയതാന്നൊക്കെ പറഞ്ഞ് ഈ കഥകളൊക്കെ പറഞ്ഞു കേട്ട് പിറ്റേ ഒരു മാസം കഴിഞ്ഞ് ആ പള്ളി കുർബാന ചെല്ലുമ്പോൾ ഒരു അമ്മച്ചി വന്ന് എന്നോട് പറയുക, അച്ഛൻ്റെ ആ സാക്ഷ്യം കേട്ട് പിന്നെ വീണ്ടും ഞാൻ ജപമാല എടുത്ത് പ്രാർത്ഥിക്കാൻ തുടങ്ങി. എൻ്റെ ഭർത്താവ് മരിച്ച പിന്നെ പരിശുദ്ധ അമ്മയോട് എനിക്ക് ഭയങ്കര ദേഷ്യമാണ്. പിന്നെ ഞാൻ കൊന്ത ചെല്ലിയിട്ടില്ല. പക്ഷേ ആ സാക്ഷ്യം കേട്ടപ്പോൾ വീണ്ടും കൊന്തയെടുത്തതല്ലാന്ന്. അന്ന് മുതൽ മനസ്സിലൊരാഗ്രഹം, എന്തുകൊണ്ടാണ് ഈ സാക്ഷ്യം, പക്ഷേ എന്നാലും എൻ്റെ ഒരു മടി, ദൈവം ആൾക്കാരൊക്കെ എന്ത് ചിന്തിക്കും എന്ന് വിചാരിച്ചു. പക്ഷേ ഈ ധ്യാനം കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ സഭയിൽ നിന്ന് ഒരു 100 കൊന്തയും മേടിച്ച് ഞാൻ ബസിലിക്ക പള്ളിയിൽ തന്നെ ചെന്ന് അച്ഛനോട് അനുവാദം മേടിച്ചിട്ട് ഇത് പ്രസംഗിച്ചിട്ട് എല്ലാവർക്കും ഒന്നവർക്ക് കൊന്ത കൊടുത്തു. പിന്നെ പതുക്കെ ഇത് ഓരോ പള്ളിയിൽ ഞാൻ പോയി പ്രസംഗിക്കാൻ തുടങ്ങി. അങ്ങനെ 2013 13 ഏതാണ്ട് 140 പള്ളിയിലെങ്ങാണ്ട് പോയി പ്രസംഗിച്ച് കൊന്തകളൊക്കെ ആൾക്കാർക്ക് കൊടുക്കാൻ തുടങ്ങി.
തൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, കരുണ തൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ. അട്ടപ്പാടിയിലെയും അണക്കരയിലെയും ധ്യാന അനുഭവങ്ങളാണ് ദിവ്യകാരുണ്യ ആരാധനയുടെ വലിയ വില എൻ്റെ മനസ്സിലാക്കി തന്നത്. അത് പ്രത്യേകിച്ച് ഞാൻ അനുഭവിച്ച 2 സന്ദർഭങ്ങളുണ്ട്. ഒന്ന്, ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് 40 പേരെ ധ്യാനിപ്പിക്കുന്ന അവസരത്തിൽ ഞാനവർ പ്രോഗ്രാമെല്ലാം ഫിക്സ് ചെയ്ത് അവരുമായിട്ട് ക്ലാസ് തുടങ്ങി. പിറ്റേ ദിവസം അതിൻ്റെ പ്രോഗ്രാം ഫിക്സ് ചെയ്യുന്ന സമയത്ത് അവിടെയുള്ളവർക്ക് ആർക്കും ഞാൻ ഉദ്ദേശിച്ച കാര്യങ്ങളൊന്നും അവർക്ക് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ അവർ എന്നോട് ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി. എന്തിനാണ് ഇത്ര നേരം ക്ലാസ് എടുക്കുന്നത്, എന്തിനാണ് കുർബാനയ്ക്കിടയ്ക്ക് പ്രസംഗിക്കുന്നത്, ഇതൊന്നും വേണ്ട. അവർ ഇതൊക്കെ പറയുന്ന കേട്ട് ഞാൻ ആകെ വിഷമിച്ച് ബുദ്ധിമുട്ടി. പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് വന്നു, രാവിലെ 3 മണിക്കൂർ ആരാധന, വൈകുന്നേരം 3 മണിക്കൂർ ആരാധന. രാവിലെ 5 മണിക്ക് കുർബാന എഴുന്നേറ്റ് ചോദിക്കും, വൈകുന്നേരം 6 മുതൽ 9 വരെ കുർബാന എഴുന്നേറ്റ് ചോദിക്കും. ഞാൻ അവരോട് പറഞ്ഞു, എനിക്ക് വേണ്ടിയാണ്, നിങ്ങൾക്ക് വേണ്ടി വന്നിരിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ. ആദ്യ ദിവസം ആരും വന്നില്ല, ഞാൻ മാത്രമുണ്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര നിരാശയായി. അപ്പോൾ ഞാൻ പിറ്റേ ദിവസം രാവിലെ, ചൊവ്വാഴ്ച രാവിലെ ആരാധനയിലിരിക്കുമ്പോൾ ദിവ്യകാരുണ്യ ഈശോ നോക്കിക്കൊണ്ട് ഞാൻ പറയും, ഈശോയെ, എൻ്റെ ക്ലാസ്സും കാര്യങ്ങളൊന്നും ധ്യാന രീതികൾ ഇവർക്ക് ഇഷ്ടപ്പെടുന്നില്ല, അതുകൊണ്ട് ഞാൻ നിർത്തുക. ഞങ്ങളുടെ സഭയിൽ തന്നെ ഒരു ജിജോ അച്ഛനുണ്ട്, ജിജോ കുടിലിൽ അച്ഛൻ ബാംഗ്ലൂർ വന്നിട്ടുണ്ട്. ഞാൻ അച്ഛനെ വിളിച്ചിട്ട് ഈ ധ്യാനം ഏൽപ്പിച്ചിട്ട് ഞാൻ പോവാം, എന്തെങ്കിലും കാരണം പറഞ്ഞ്. വയറുവേദനയാണെന്ന് പറഞ്ഞ് പോകണമെന്ന് വിചാരിച്ചാണ് ഞാനിതെല്ലാം തീരുമാനിച്ച് ഉറപ്പിച്ചു. അവസാനം 8 മണിക്ക് ഇവരെല്ലാം ചാപ്പലിൽ വരണം, അവരുടെ പ്രാർത്ഥന കഴിയുന്ന സമയമാണ്. 8 മണിക്ക് ആരാധനയുടെ ബ്ലെസ്സിങ് കൊടുക്കാനായിട്ട് ഞാനിത് മോൺസ്റ്റൻസ് പിടിച്ചതും എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഞാനൊരു സ്വരം കേൾക്കുകയാണ്. ഞാൻ സംസാരിക്കുന്ന ഈശോ തിരിച്ച് സംസാരിക്കുകയാണ്, എൻ്റെ മക്കളെ നോക്കുക. അപ്പം ഞാനിത് ഈ അരുളിക്കം പിടിച്ചുകൊണ്ട് ചെരിഞ്ഞ് എല്ലാവരും നോക്കുക. നോക്കിയ ഉടനെ അടുത്ത സൗണ്ട് കേൾക്കുകയാണ്, ആരാ ധ്യാനിപ്പിക്കുന്നത്, നീയാണോ ഞാനാണോ? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു 400 നില കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് വീഴുന്ന അനുഭവം. എൻ്റെ അഹങ്കാരമെല്ലാം താഴോട്ട് വീണ് ഞാൻ നിലത്ത് ഫ്ലാറ്റായിട്ട് കിടക്കുക. എൻ്റെ ശരീരത്തിൽ നിന്ന് എന്തോ ഇറങ്ങിപ്പോയി. പെട്ടെന്ന് എൻ്റെ ശരീരം ലൈറ്റായി. ഞാൻ ക്ലാസ്സിലേക്ക് എന്നുമ്പോൾ കണ്ട കാഴ്ചയാണ്, തലേ ദിവസം ഉടക്കിയിരുന്നവരൊക്കെ ബൈബിളും പിടിച്ചിരിക്കുന്നു ക്ലാസ്സിൽ. അവരോട് ചോദിച്ചു, മക്കളെ നമുക്ക് പ്രോഗ്രാം മാറ്റാം. അവർ സമ്മതിച്ചില്ല. അച്ഛൻ എടുക്കുന്ന പോലെ എടുത്തോളാൻ പറഞ്ഞു. പിറ്റേ ദിവസം ക്ലാസ്സിൽ ചെന്ന് അവരോട് ചോദിച്ചു, ഒരു ബ്രദറിൻ്റെ പെങ്ങൾ കുളത്തിൽ വീണ് മരിച്ചിട്ടുണ്ട്, ആരാ? ഒരാൾ കൈപൊക്കി. വായിൽ എപ്പോഴും ബ്ലിസ്റ്റേഴ്സ് വരുന്ന ഒരു ബ്രദറുണ്ട്, ആരാണ്? ഒരാൾ കൈപൊക്കി. ഒരു ബ്രദറിൻ്റെ മുമ്പിൽ വെച്ച് ആരോ ആത്മഹത്യ ചെയ്തിട്ടുണ്ട്, ആരാ? ഒരാൾ കൈപൊക്കി. അങ്ങനെ 16 കാര്യങ്ങൾ എഴുതെല്ലാം അവിടെയുണ്ട്. പിന്നെ കണ്ടത് വലിയൊരു അത്ഭുതമാണ്. രാവിലെ 5 മണിക്ക് ഞാൻ പള്ളിയിൽ ചെല്ലുമ്പോഴത്തേനും പള്ളിക്കകത്ത് ബ്രദേഴ്സ് വരാമെന്ന് പോയി. 5 വരെ ആയപ്പോഴത്തേനും പള്ളി നിറഞ്ഞ് എല്ലാവരും മുട്ടുമേൽ നിന്ന് കൊന്തയും പിടിച്ച് പ്രാർത്ഥിക്കുന്നു. വൈകുന്നേരം 6 മണിക്ക് ഞാൻ പള്ളിയിൽ ചെല്ലുന്നതിന് മുമ്പ് ബ്രദേഴ്സ് എല്ലാം നടത്തമെല്ലാം അവസാനിപ്പിച്ച് അവർ തിരിച്ചു വന്ന് പള്ളിയിൽ നിന്ന് പ്രാർത്ഥിക്കുക. 9 മണി കഴിഞ്ഞും അവരിന്ന് പ്രാർത്ഥിക്കുന്ന വലിയ അനുഭവം. 8 ദിവസം ധ്യാനം ദൈവം ഏറ്റെടുത്ത അനുഭവം ഉണ്ടായി. ആനന്ദ കീർത്തനം പാടി നിത്യം ആരാധനാ സ്തുതി സ്തോത്രമേകാം. പിന്നീട് ഒരിക്കലും എനിക്ക് വളരെ ദുഃഖകരമായൊരു അനുഭവം ജീവിതത്തിലുണ്ടായി. വളരെ ദുഃഖിപ്പിക്കുന്ന, വേദനിപ്പിക്കുന്ന അനുഭവം. ഞാൻ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ ഒരു ഒറ്റപ്പെടലൊക്കെ അനുഭവിച്ചൊരു സംഭവമാണ്. അപ്പം ഞാൻ നേരെ ഓടിയത് അത് 2020-ലാണ്. അന്നാണ് ഞാൻ രാത്രി ആരാധന തുടങ്ങി. ഞാൻ എല്ലാ അച്ഛന്മാരെല്ലാം ഉറങ്ങാനിരിക്കുമ്പോൾ പോയി കിടക്കുമ്പോൾ ഞാൻ കുർബാന എഴുന്നള്ളിച്ച് വെച്ച് ലൈറ്റൊന്നും ഓണാക്കാതെ 2 തിരി മാത്രം കത്തിച്ച് വെച്ച് ആ ദിവ്യകാരുണ്യത്തിന് മുമ്പിൽ 1.5 മണിക്കൂറും 2.5 മണിക്കൂറും ഒക്കെ ഞാൻ അവിടെ ഇരിക്കും. 1 മണിക്കൂർ മുട്ട് കുത്തിയിരിക്കും, ബാക്കി സ്വതം അവിടെ ഇരിക്കും. കുത്തിയിരുന്ന് ഒന്നും മിണ്ടത്തില്ല, ഒന്നും പ്രാർത്ഥിക്കില്ല. ചിലപ്പോൾ അവിടെ ഇരിക്കും. പിന്നീട് പുറത്തിറങ്ങി വരുമ്പോൾ കിട്ടുന്ന ഒരാശ്വാസം എന്ന് പറഞ്ഞാൽ ഒരു സന്തോഷം, ഒരു ആനന്ദമുണ്ട്. അത് വാക്കുകൊണ്ട് പ്രകടിപ്പിക്കാൻ പറ്റത്തില്ല. നമുക്ക് പുഞ്ചിരിക്കാനേ പറ്റത്തുള്ളൂ. കരയാൻ പറ്റത്തില്ല, ദുഃഖിക്കാൻ പറ്റത്തില്ല. എല്ലാം ദൈവം ഏറ്റെടുക്കുന്ന വലിയ ഒരു അനുഭവം എനിക്ക് ജീവിതത്തിലുണ്ടായിട്ടുണ്ട്. അന്ന് മുതൽ ഇന്നോളം ഇപ്പോൾ കുറച്ച് നാളായിട്ട് മുടങ്ങി കിടക്കുകയാണ്. ഇവിടെ വന്ന പിന്നെ വീണ്ടും ആരാധന ആരംഭിക്കണം. എനിക്കറിയാം
വിശുദ്ധ കുർബാന എഴുന്നേച്ച് വെച്ച് മുട്ടുകുത്തി ഇരിക്കുമ്പോൾ കിട്ടുന്ന ഒരു ദൈവാനുഭവമുണ്ട്. അത് വളരെ വലുതാണ്. അപ്പോൾ ദൈവത്തിൻ്റെ ഈശോയുടെ ദിവ്യകാരണത്തിൻ്റെ അരികിലേക്ക് നമ്മൾ എത്രമാത്രം അടുക്കുന്നോ അത്രമാത്രം ദൈവം നമ്മെ കരുതും. കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ.